നിർമ്മാണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഫേസ് 1-ലെ 178 വീടുകൾ പോലും ഇനിയും പൂർത്തിയായിട്ടില്ല. 40 വീടുകൾ മാത്രമാണ് താമസ യോഗ്യമായിട്ടുള്ളതെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു. ദുരന്ത ബാധിതരായ 1184 പേർക്കുള്ള 9,000 രൂപ സഹായവും മുടങ്ങിയ നിലയിലാണ്. റോബിൻ മാത്യു മറ്റത്തിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരിയാണ് ശാലിനി, വലിയ നിരാശയുണ്ടാക്കുന്ന ദുരന്തബാധിതരെ അത്യന്തം ആശങ്കയിലുണ്ടാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ടൗൺഷിപ്പിൽ എന്ന് പറയാം. കാരണം ഈ നിർമ്മാണത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. സർക്കാർ വാഗ്ദാനം ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിന്റെ വലിയ പ്രചാരണങ്ങളിൽ ഒന്നുപോലും ഈ ടൗൺഷിപ്പിൽ നിർമ്മാണം വളരെ വേഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയായിരുന്നു. എന്റെ സഹോദരൻ, വയനാട് ഒരു ഭയങ്കര അനിശ്ചിതത്വമാണ്, ഭയങ്കര പ്രശ്നമാണ്. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല് വയനാട് എന്ന് മുതലാണ് എപ്പോഴാണ് ചർച്ചയ്ക്ക് വന്നെന്നറിയാവോ? വയനാട് ഒരു ചർച്ചയായി മാറിയത് എപ്പോഴാണെന്ന് വല്ല പിടുത്തുണ്ടോ? നമ്മുടെ കോൺഗ്രസ്സുകാർ വീട് വെച്ച് കൊടുക്കുന്നില്ല എന്ന് ബോധ്യമായത് തുടങ്ങിയിട്ടാണ് വയനാട്ടിലത്തെ ആ വീടുകളെ കുറിച്ചൊക്കെ ആളുകളൊക്കെ ഏറെക്കുറൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അതുവരെ ആർക്കും തന്നെ വയനാട് വീടിനെ കുറിച്ചിട്ട് വലിയ ചർച്ചയൊന്നും ഇല്ലായിരുന്നു. ഗംഭീരമായിട്ട് വയനാട് വീടിച്ചിപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം എന്ന് തന്നെ പറയാൻ വേണ്ടു. ഏഷ്യാനെറ്റാണ് ഇപ്പോൾ വയനാട് വീടിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. പറയുന്നു വയനാട് ഭയങ്കര അനിശ്ചിതത്തിലാണ്. ഒന്ന് കേട്ടോക്കാം. പേർക്ക് വീട് കൈമാറി എന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ 178 വീടുകളുടെ നിർമ്മാണം എവിടെ എത്തിയിട്ടില്ല എന്നതാണ്. നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ഇപ്പോഴും ഇന്നിപ്പോൾ ഏപ്രിൽ പകുതി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പോലും അതിന്റെ നിർമ്മാണം എവിടെയും എത്താത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നിപ്പോഴത്തെ ഏറ്റവും ടൗൺഷിപ്പിലെ ദൃശ്യങ്ങളാണുള്ളത്. ഇതൊക്കെ കൈമാറിയ വീടുകളാണ്. ഈ കൈമാറിയ വീടുകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം പണിയെടുക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദുരന്തബാധിതർ ഈ 178 പേരിൽപ്പെട്ടവർ സർക്കാർ ടൗൺഷിപ്പിന്റെ പുരോഗതി വൈകുന്ന സാഹചര്യത്തിൽ കളക്ടറെ കണ്ടിരുന്നു. പക്ഷേ അപ്പോൾ പറഞ്ഞത് താമസയോഗ്യമായി നിലവിൽ 40 വീടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ്. അതായത് സർക്കാർ. എന്റെ സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ കണക്കുകളൊക്കെ ശരിയാണ്. ഞാൻ അതിന് 100% ശരി എന്ന് തന്നെ പറയും. കാരണം ഈ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 1 വർഷമാണ് ഇത് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളൂ. ഈ 1 വർഷത്തിനുള്ളിൽ വീട് പണി താമസിച്ചതിന് 100,000 കാരണങ്ങൾ വേണമെങ്കിൽ നമുക്കത് നിരത്താൻ കഴിയും. ആ സ്ഥലത്തെ പറ്റിയുള്ള കേസുകൾ, ഇതിനൊക്കെ പറ്റിയ ഒരു ടൗൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഒരു പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്തിട്ടാണ് ഈ ഒരു സംഗതിയിലേക്ക് എത്തിയിട്ടുള്ളത്. കോടതിയൊക്കെ ഇതിൽ ഇടപെട്ടുന്ന കാര്യം നമുക്കറിയാം. എന്നാലും വയനാട്ടുകാർക്ക് വീടായിട്ടില്ലേ എന്ന് പറയുന്ന പരാതി മാത്രം നിൽക്കുന്നില്ല. വീട് പണി പാതിക്ക് നിർത്തിയിട്ട് അവർക്ക് കൊടുക്കണോ അതോ പരിപൂർണമായിട്ടും ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് നൽകണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയുക ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് നൽകണം. ഈ ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ്. വളരെ സ്വാഭാവികമായിട്ടും ഏഷ്യാനെറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ആ വയനാട്ടുകാരുടെ വർത്തമാനം തന്നെ നമുക്കൊന്ന് കേട്ടാലോ? അതാണ് വേണ്ടതും. നമ്മൾ ഇവരുടെ വർത്താനൊക്കെ കേൾക്കുന്നതൊക്കെ നല്ലത്. വയനാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് ഒന്നുകൂടി നന്നായിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഒരു വയനാട്ടുകാരൻ പറയുന്നത് കേൾക്കാം. അപ്പൊ നമ്മൾ വീണ്ടും ടൗൺഷിപ്പിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളിങ്ങനെ ടൗൺഷിപ്പിലെ ഓരോ നിർമ്മാണ ഘട്ടവും ഓരോ പുരോഗതിയൊക്കെ വീഡിയോസ് ഇട്ടിരുന്നല്ലോ. അപ്പൊ കുറെ പേര് പല അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം പരിപൂർണമായ ഒരു വീടാണ് കേട്ടോ. ഞാൻ സംസാരിക്കുന്നില്ല. ഇപ്പൊ നമ്മള് ഇന്ന് പറയാൻ പോകുന്നത്, ഇവിടെ പല വീട് കാണാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ വന്ന 2 വീട് ഒക്കെ നടത്തിയ 2 വീടുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോ ധാരാളം ആളുകൾ ഇങ്ങനെ വന്ന് നിങ്ങളോട് ഇങ്ങനെ ഓരോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളൊക്കെ താമസം ഒന്ന് റെഡിയാക്കാറുണ്ട്. അത് റെഡിയാവും എന്ന് വിശ്വസിക്കുന്നു. അതെ, വിഷയത്തിന് മുമ്പ് കുറെ പേർക്ക് താമസിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ അത് തെരഞ്ഞെടുപ്പും കാര്യങ്ങളും പണിക്കാർ പോക്കും വരവും ഒക്കെ ആയതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ. ഈ പറയുന്ന മനുഷ്യൻ ആ വയനാട്ടിൽ ഒരു വീട് കിട്ടിയ ഒരാളാണ്. ആ വീട് പണി എത്രത്തോളം ആയി എന്നും ഇദ്ദേഹത്തിന് കിട്ടിയ വീടാണ് ഉദ്ഘാടനം നടത്തിയതും അവിടേക്ക് ആളുകളൊക്കെ വന്നത്. അവിടുത്തെ പണി ഇപ്പോഴും തീർന്നിട്ടില്ല. സത്യമാണെന്നേ. അവിടെ ഇനി എന്താണ് മേലെ ഇത് വെക്കാനുണ്ട്, എന്താ പറയുക, സോളാർ പാനൽ ഫിറ്റ് ചെയ്യാനുണ്ട്. ഏതോ 2 kVയുടെ ഒക്കെ ആണ്ട് സോളാർ പാനൽ അത്ര ഫിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി ഓരോ ക്ലസ്റ്ററായി തിരിച്ചിട്ടുണ്ട്. ഓരോ ക്ലസ്റ്ററും 10 kVയുടെ എങ്ങാണ്ട് ഈ സോളാർ പാനൽ ഫിറ്റ് ചെയ്യാണ്ട്. ഇങ്ങനെ അതെല്ലാ തരത്തിലും അതിഗംഭീരമായിട്ട് മാത്രം മതി അതിലേക്ക് താമസിക്കാൻ കയറിയാൽ എന്നുള്ളതാണ്. അതുമാത്രമല്ല, അങ്ങനെ അതിലേക്ക് താമസിക്കാനുള്ള ആളുകൾക്ക് മാസാമാസം 25,000 രൂപ വീതം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ചാനലുകൾ നമ്മുടെ മുമ്പിലേക്ക് പല വിധത്തെ നുണകൾ എത്തിക്കുന്നില്ല. എന്താ ഇദ്ദേഹത്തെ കേൾക്കാം.
ഗ്രീൻ നെറ്റ് പിന്നെ ഒരു നമ്മളിപ്പോ ഗ്രീൻ പിടിച്ചു ജൈവ നിൽക്കുന്നത് വേലിയായി മാറും. ഇതിനൊരു അതിനുവേണ്ടി ആ ആദ്യം ചെടിക്ക് പിടിച്ചു കയറാനുള്ള ഒരു നെറ്റാണ് ഇതിലുള്ളത്. ബാക്കിയെല്ലാം വീടൊക്കെ പിന്നെ മനോഹരമായിട്ട് ഇതൊക്കെ വെറുതെ നല്ലതാണ് ഈ അവര് നെറ്റിന്റെ ചെയ്തിട്ടുള്ളത്. സംഭവം കാണിച്ചു എന്റെ കൊടുത്താൽ ഒരു അഭിപ്രായത്തിൽ ആൾക്കാരെന്താ അതായത് ഈ നിങ്ങൾ ചെടിയാണ് ചോദിക്കുന്നത് ഈ വരുന്നവരെല്ലാം? ചെടി ഇങ്ങനെ ഇതിൽ വരുന്നവര് കയറി നിങ്ങൾ പന്തലിച്ച് ഇതിൽപ്പെട്ട കഴിയുമ്പോൾ ആൾക്കാരാണോ? ഇത് ഫുൾ ഒരു ഇതാണ് ഞാൻ വീടിന്റെ കാര്യം ചോദിക്കുന്നത്. ഞാൻ അങ്ങോട്ട് സംശയങ്ങൾ ചോദിക്കുന്നത്. അതിനുവേണ്ടി ആ ചെടിക്ക് പിടിച്ചു കയറാനുള്ള ഒരു നെറ്റാണ് ഇതിലുള്ളത്. ഭൂരിപക്ഷം ഇതൊക്കെ ആൾക്കാർ നല്ലതാണ് അവര് ചെയ്തിട്ടുള്ളത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ആൾക്കാരെന്താ നിങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഞാൻ 34 കൊല്ലം കളിച്ചായിരുന്നു. എന്റെ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പണിയെടുത്ത ആളാണ്. ആ ഒരു അനുഭവം വെച്ച് ഞാൻ പറയണേ, ഇത് ഒരു പണികളെല്ലാം സംഖ്യകളൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടീഷനിലാണ് എന്റെ ഭാര്യ എന്റെ മോനുമായിരുന്നു 34 കൊല്ലം കളിച്ചു. ഉഷാറാണ്, ഇപ്പോ സന്തോഷത്തിലാണ്. ഞങ്ങളെ കുടുംബം പോയതുള്ളൂ വിഷമം. ബാക്കിയൊക്കെ ഇദ്ദേഹം പറയുന്ന ഡയലോഗ് ഇതൊരു ഇന്റർനാഷണൽ സ്റ്റൈലിലാണ് വീടുകളൊക്കെ പണി തീർത്താ വരിക എന്നുള്ളതാണ്. അവിടുത്തെ ഓരോ വീടിനും എന്റെയും ഒപ്പം തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള അവർക്ക് കളിക്കുള്ള സ്ഥലങ്ങൾ, ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, പുൽമേടുകൾ, അങ്ങനൊക്കെ രീതിയിലൊക്കെ അതിഗംഭീരമായ രീതിയിലാണ് സംഗതി വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇത് വളരെ പതുക്കെയാണ് എന്നുള്ളതിന് കൃത്യമായിട്ട് കാരണമുണ്ട്. ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. SIRൽ പേര് ചേർക്കേണ്ട അവസ്ഥയുടെ ഭാഗമായിട്ട് ഒരുപാട് ഹിന്ദിക്കാർ വർക്ക് ചെയ്യുന്ന ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടുന്ന് അവരെ നാട്ടിലേക്ക് പോയിരുന്നു. അതെല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് അവരൊക്കെ തിരിച്ചു വരേണ്ടതുണ്ട്. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളികളായിട്ടുള്ള വളരെ പതുക്കെയുള്ള കുറച്ച് പണിക്കാരൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ വേറൊരു വാർത്ത കൂടി അറിയണം, അതുകൂടി കേൾക്ക്. അപ്പോ നമ്മുടെ ടൗൺഷിപ്പിലാണ് നമ്മളിപ്പോ ഉള്ളത്. ടൗൺഷിപ്പിൽ ഇതാ ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കുന്നത് എന്താണെന്ന് അറിയേ? ഇതാണ് സോളാർ പാനൽ. എല്ലാ വീടുകളിലേക്കുമുള്ള സോളാർ പാനലുകളാണ് ഇങ്ങനെ ലോഡ് കണക്കിന് വരാൻ തുടങ്ങിയിരിക്കുകയാണ്. അദാനിയുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ നിർമ്മാണത്തിനൊക്കെ വേഗത കുറഞ്ഞിരുന്നു. എന്റെ സുഹൃത്തുക്കളെ, ഇതവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോളാർ പാനലുകൾ ഇറങ്ങുന്നു. ഇതെന്താ ഒറ്റ ദിവസം ഇതെല്ലാം ഫിറ്റ് ചെയ്ത് തീർക്കാൻ സാധിക്കുമോ? ഇതിനൊക്കെ അതിൻ്റെതായ പ്രൊസീജിയർ മറ്റുമില്ലേ? എനിക്ക് തോന്നുന്നത് അധികം താമസിക്കാതെ ഒരു 1, 2, 3 മാസത്തിനുള്ളിൽ ഇവർക്കെല്ലാം ഈസി ആയിട്ട് ഈ വീടുകളിലേക്ക് കയറി താമസിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് അല്ലാത്ത രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആളുകളാണ് താമസിക്കാൻ തുടങ്ങും. ഈ താമസിച്ച് കഴിഞ്ഞിട്ട് അതിലത്തെ വർക്ക് തീർക്കുക എന്ന് പറഞ്ഞ പരിപാടി അത് നടപ്പാകണ പരിപാടിയല്ല. അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് കയറുക എന്നുള്ളതാണ് ഇപ്പോൾ വയനാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മതി എന്നുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ കയറിക്കൊള്ളാം. പക്ഷെ ഇവിടെ പ്രശ്നം മുഴുവൻ ഇവിടുത്തെ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് അടക്കമുള്ള ആളുകൾക്കാണ് ഭയങ്കര പ്രശ്നം. പണി തീർന്നില്ലേ പരാതികൾ മുഴുവൻ അവർക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ വയനാട്ടിൽ ആ വീട് ലഭിക്കേണ്ട ആളുകൾക്ക് വലിയ പരാതിയൊന്നും കാണാനില്ല. ബാക്കി നിങ്ങളെ മറുപടിയിൽ കിടക്കും. ബൈ.